ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിട്ടും മാസം ഒന്നുപോലും തികഞ്ഞിട്ടില്ല. നവംബർ 14-നാണ് രാജ്യം കാത്തിരുന്ന ബീഹാർ ജനവിധി എത്തിയത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ബീഹാറിൽ പ്രതിപക്ഷ പാർട്ടികളെ അപ്രസക്തമാക്കി ബിജെപിയും ജെഡിയുവും നേതൃത്വം നൽകുന്ന NDA അവിടെ അധികാരം പിടിച്ചു. 202 സീറ്റിലാണ് അവിടെ NDA വിജയിച്ചത്. പ്രതിപക്ഷ പാർട്ടികളുടെ പോരാട്ടം 52 സീറ്റുകളിലേക്ക് ഒതുങ്ങി. പിന്നാലെ വലിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യും മെയ്യും മറന്ന് പോരാട്ടത്തിന് ഇറങ്ങിയെന്നും ഇതാണ് BJPയെ വിജയിപ്പിച്ചതെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ. രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തിരിച്ച് പരിഹസിച്ച് BJP നേതാക്കളെ ഞെട്ടിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ ഭർത്താവും ബീഹാറിൽ അട്ടിമറി നടന്നുവെന്ന് പറഞ്ഞത് നമ്മൾ കണ്ടു. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകറാണ് തെളിവുകൾ സഹിതം BJPയുടെ വിജയത്തെ ചോദ്യം ചെയ്തത്. ഇതോടെ BJP കടുത്ത പ്രതിസന്ധിയിലേക്ക് വഴിമാറി. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുടുക്കിലാക്കി മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നുണ്ട്. ഫലം പ്രഖ്യാപിച്ച് മാസം 1 തികയും മുൻപ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ CCTVകൾ അപ്രത്യക്ഷം ആയിരിക്കുകയാണ്. 45 ദിവസം വരെ ഈ ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്നും ആരെങ്കിലും സംശയം ഉന്നയിക്കുകയാണെങ്കിൽ കാണിക്കണമെന്നുമാണ് ചട്ടം. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിച്ചു മാറ്റി. എങ്കിലും 45 ദിവസം വരെ ഇത് സൂക്ഷിക്കണമെന്ന് നിയമം കർശനമായി പറയുമ്പോൾ ബീഹാറിലെ CCTV ദൃശ്യങ്ങളെല്ലാം ആവിയായി പോയോ എന്ന സംശയം ബാക്കിയാകുന്നുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് നൽകിയ വിവരാവകാശ അപേക്ഷ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ അമരാവതി സ്വദേശിയും വിവരാവകാശ പ്രവർത്തകനുമായ അജയ് ബസുദേവ് ബോസ് നൽകിയ അപേക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിചിത്ര നടപടി. ബീഹാറിലെ രേഖ ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ബീഹാറിലേക്ക് നൽകേണ്ടതിന് പകരം മഹാരാഷ്ട്രയിലേക്ക് എന്തിന് നൽകി എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നും തെരഞ്ഞെടുപ്പ് സുതാര്യതയിലെ വീഴ്ചയാണെന്നും ആരോപിച്ച് അജയ് ബസുദേവ് രംഗത്തെത്തിയിട്ടുണ്ട്. 2025 നവംബർ 17-നാണ് അജയ് ബസുദേവ് ബോസ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചത്. ബീഹാറിലെ 243 നിയമസഭാ മണ്ഡലങ്ങളിലായി നവംബർ 6, 11 തീയതികളിൽ നടന്ന വോട്ടെടുപ്പിന്റെ സമ്പൂർണ്ണ CCTV ദൃശ്യങ്ങൾ പെൻഡ്രൈവിലോ CD-യിലോ ലഭ്യമാക്കണമെന്നായിരുന്നു ആവശ്യം. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സഖ്യം വൻ ഭൂരിപക്ഷത്തിന് ഭരണം നിലനിർത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത കമ്മീഷനുണ്ട്. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ശില്പി ശ്രീവാസ്തവ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 6(3) പ്രകാരം ഈ അപേക്ഷ നവംബർ 27-ന് മഹാരാഷ്ട്ര ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കൈമാറുകയായിരുന്നു. അപേക്ഷകന് വിവരങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ ബീഹാർ ഇലക്ഷൻ ഓഫീസർക്ക് അപേക്ഷ കൈമാറുകയോ ചെയ്യണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇവിടെയാണ് ഒരു ബന്ധവുമില്ലാത്ത മഹാരാഷ്ട്രയിലേക്ക് ഇത് സംബന്ധിച്ച അപേക്ഷകൾ നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി അജയ് ബസുദേവ് X പ്ലാറ്റ്ഫോമിലൂടെ രംഗത്തെത്തി. ബീഹാർ തെരഞ്ഞെടുപ്പിലെ 243 മണ്ഡലങ്ങളിലെയും CCTV ദൃശ്യങ്ങളാണ് ഞാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കമ്മീഷൻ അത് മഹാരാഷ്ട്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കാണ് കൈമാറിയിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയുമായി എന്ത് ബന്ധമാണുള്ളത്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ബീഹാർ മുഖ്യമന്ത്രി തുടങ്ങിയവരെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ പോസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനാസ്ഥയാണ് ഇതെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ അപേക്ഷകൻ മഹാരാഷ്ട്ര സ്വദേശി ആയതിനാലാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായി അപേക്ഷ അങ്ങോട്ട് മാറ്റിയതെന്ന് മറുവിഭാഗം വാദിക്കുന്നു. വോട്ടർമാരുടെ സ്വകാര്യതയെ ബാധിക്കുന്നതിനാൽ 243 മണ്ഡലങ്ങളിലെയും ദൃശ്യങ്ങൾ ഒരാൾക്ക് മാത്രമായി നൽകുന്നത് വിവരാവകാശ നിയമത്തിന്റെ ദുരുപയോഗമാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ CCTV ദൃശ്യങ്ങൾ കൈമാറുന്നതിൽ തെറ്റൊന്നും കാണാൻ സാധിക്കില്ല എന്നും പറയാം. ബീഹാറിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചിരിക്കാമെന്നും അതുകൊണ്ടാണ് കമ്മീഷൻ ഉരുണ്ട് കളിക്കുന്നതെന്നും ആക്ഷേപവും ഉയരുന്നുണ്ട്.